മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ കൂടുതൽ വോട്ടർമാരെ ചേർത്തതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയാണ് കഴിഞ്ഞ വർഷം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാരുടെ വർധനവിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ആശങ്ക ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ ശിവസേന ഉദ്ധവ് വിഭാഗം MP പ്രിയങ്ക ചതുർവേദി ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുകയായിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പാർലമെന്റിനുള്ളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടും കമ്മീഷൻ തുടരുന്ന മൗനം രാഹുലിന്റെ ആരോപണങ്ങളെ ശരിവയ്ക്കുന്നതാണ്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കാര്യമായ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അതിനുശേഷം നടന്ന അസംബ്ലി ഇലക്ഷനുമിടയിൽ വോട്ടർ പട്ടികയിൽ ഏകദേശം 70 ലക്ഷം പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതായി രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അതിനു മുമ്പുള്ള 5 കൊല്ലത്തിനിടയിൽ 37 ലക്ഷം വോട്ടർമാരെയാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ 6 മാസത്തിനുള്ളിൽ 70 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തത് BJPയെ സഹായിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ കള്ളക്കളി നടത്തിയെന്നായിരുന്നു രാഹുൽ ആരോപിച്ചത്. ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ 7000-ലധികം വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംശയാസ്പദ സംഭവം രാഹുൽ ഉയർത്തിക്കാട്ടി. ഈ പൊരുത്തക്കേടുകളുടെ നേട്ടം BJPക്കാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പുതുതായി കണ്ടെത്തിയ വോട്ടർമാർ കൂടുതലും BJP സുരക്ഷിതമാക്കിയ മണ്ഡലങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. കൂടാതെ മഹാരാഷ്ട്ര, ഹരിയാന തിരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നിലധികം അഭ്യർത്ഥനകൾ ഉണ്ടായിട്ടും അഭ്യർത്ഥിച്ച വിവരങ്ങൾ മറച്ചുവെക്കപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ വോട്ടർമാരുടെ പട്ടിക തങ്ങൾക്ക് നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹമുണ്ടെന്നും രാഹുൽ സഭയിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വരുത്തിയ മാറ്റങ്ങളെയും കോൺഗ്രസ് നേതാവ് വിമർശിച്ചു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ ഇന്ന് ചീഫ് ജസ്റ്റിസിനെ ഈ പാനലിൽ നിന്ന് നീക്കിയത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതിയാണ് വിജയിച്ചത്. 288 സീറ്റുകളിൽ 235ലും വിജയിച്ച് ഭൂരിപക്ഷം ഉറപ്പിച്ചു. BJP മാത്രം 130 സീറ്റുകൾ നേടി. സമാനമായി ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേട് ആരോപണം ഉയർന്ന സമയത്തും കമ്മീഷൻ ഉറക്കം നടിക്കുകയായിരുന്നു. 5 പ്രധാന സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടും BJP എങ്ങനെ ഭരണത്തിലെത്തിയെന്ന ചോദ്യമാണ് ഉയർന്നു കേട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയുടെ ഒടുവിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് കരുതിയെങ്കിലും പതിവ് പോലെ കോൺഗ്രസ് അംഗങ്ങളെ അവഹേളിക്കുകയല്ലാതെ ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും അദ്ദേഹം മിണ്ടിയില്ല. ഇത് രാഹുലിന്റെ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉയർന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉരിയാടുന്നില്ല എന്നത് വിചിത്രമാണെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ പഠിക്കാൻ ഈഗിൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ട 8 അംഗ സമിതിയെ കോൺഗ്രസ് ഇതിനോടകം നിയോഗിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ക്രമക്കേടായിരിക്കും കമ്മിറ്റി ആദ്യം പരിശോധിക്കുക. വിശദമായ റിപ്പോർട്ട് പാർട്ടി നേതൃത്വത്തിന് നൽകുമെന്നാണ് വിവരം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും സമിതി പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങളിൽ ക്രമക്കേടുകൾ ഉടനടി റിപ്പോർട്ട് ചെയ്യുകയും നടപടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് സമിതിയുടെ പ്രധാന ഉത്തരവാദിത്വം. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP കൃത്രിമം കാണിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകരുമായ ധ്രുവ് രാഠി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. BJPയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു ധ്രുവിന്റെ വാദങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ശതമാനം കുറവായിരുന്ന ബൂത്തുകളിലെ വോട്ടർമാരെ BJP വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നുവെന്ന് ധ്രുവ് പറയുന്നു. ഇതിൽ 3 പേരെ ഒഴിവാക്കിയത് അവർ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുവെന്ന് വരുത്തി തീർത്തുകൊണ്ടാണെന്നും തെളിവുകൾ നിരത്തി ധ്രുവ് വ്യക്തമാക്കുന്നു. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരണകക്ഷിയായ BJP തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമം കാട്ടിയതായി നേരത്തെ ആരോപിച്ചിരുന്നു. ഡിസംബർ 15-നും ജനുവരി 2-നുമിടയിൽ ന്യൂഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ പെട്ടെന്ന് 10,500 പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിൽ ഡൽഹി മുഖ്യമന്ത്രി അതിഷി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയച്ച കത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു. 1 ലക്ഷം വോട്ടർമാർ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരം കൂട്ടിച്ചേർക്കലുകൾ ഗുരുതരമായിരിക്കുമെന്നും ഇത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കുറവായ
ന്യൂനപക്ഷങ്ങളായ ദലിത്, മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ അവിടുത്തെ തിരഞ്ഞെടുപ്പ് അധികാരികൾ ഒത്താശ ചെയ്തിരുന്നതായി ധ്രുവ് പറഞ്ഞിരുന്നു. മോദി BJP സർക്കാരിന് കീഴിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ച് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനായ യോഗേന്ദ്ര യാദവും രംഗത്ത് വന്നിരുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളിലും നിയമനങ്ങളിലും സർക്കാർ കൃത്രിമം കാണിക്കുന്നത് ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്ന് അദ്ദേഹം പറയുന്നു. കൃത്രിമമായി തയ്യാറാക്കിയ ഇലക്ഷൻ ഷെഡ്യൂളിൽ പ്രതിപക്ഷ പാർട്ടികളുമായുള്ള ആശയവിനിമയത്തിലെ സ്വരച്ചേർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. EVMുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതോടെ കമ്മീഷന്റെ സമഗ്രത നഷ്ടപ്പെട്ടു. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ നിയമിക്കുന്നതിനുള്ള പ്രക്രിയ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിയുക്തതയെ ദുർബലപ്പെടുത്തി. ഇത്തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നുവെന്നും കമ്മീഷനെ ഭരണകക്ഷി ഒരു ഉപകരണമാക്കി മാറ്റുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ രാഷ്ട്രീയവൽക്കരണം തുടർന്നാൽ റഷ്യയിൽ സംഭവിച്ചതിന് സമാനമായ അധികാര ദുർവിനിയോഗത്തിലേക്ക് അത് നയിച്ചേക്കുമെന്ന് യാദവ് മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യയിൽ പ്രതിപക്ഷത്തെ അയോഗ്യരാക്കാനും തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്രിമം കാണിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭരണപക്ഷം ഉപയോഗിച്ചിരുന്നു. ഇന്ത്യ ഇതുവരെ ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അത്തരത്തിൽ ദുരുപയോഗത്തിലേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ ഇലക്ഷൻ പ്രക്രിയ അഴിമതിരഹിതമാണെന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ സമഗ്രതയെ ചോദ്യം ചെയ്തുകൊണ്ട് യോഗേന്ദ്ര യാദവിനെയും ധ്രുവ് റാട്ടിയെയും പോലുള്ള സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ രാജ്യത്തെ വിവിധ തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ തെളിവുകൾ നിരത്തി പൊളിച്ചെടുക്കുമ്പോൾ ഭരണകൂടവും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതികരിക്കുന്നില്ല എന്നത് ജനാധിപത്യ ആശയത്തെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മൗനം വെടിയാൻ സാധ്യതയില്ലെങ്കിലും യഥാർത്ഥ സത്യം പുറത്തുവരുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.